ഹലോ ഓൾ, ഇന്നൊരു നാടൻ ഞണ്ട് കറിയുടെ റെസിപ്പിയാണ്. ആദ്യം തന്നെ നമുക്ക് ഞണ്ട് നന്നായി ക്ലീൻ ചെയ്ത് വെക്കാം. നമുക്ക് കറിക്കായിട്ട് ഏറ്റവും കൂടുതൽ ഉള്ളി എടുക്കാം. ഒരു ചെറിയ സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി. പച്ചമുളക് ഞാനിവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ ചെറിയുള്ളിയും ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുക. പിന്നെ കറിവേപ്പില വേണം നമുക്ക്. തക്കാളി 2 വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അതുപോലെ ചെറിയ സവോള ചെറുതായിട്ട് തന്നെ ചോപ്പ് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഒരു മുഴുവൻ തേങ്ങയുടെ തേങ്ങാപ്പാലാണ്. 1-ാം പാലും 2-ാം പാലും എടുക്കുക. നല്ല കട്ടിക്കുള്ള തേങ്ങാപ്പാലാണ് നമുക്ക് ഈ കറിക്ക് വേണ്ടി ആവശ്യം. ഇനി ഒരു ചട്ടി ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. ശേഷം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഞാൻ ചെറിയ ഉള്ളിയാണ് ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. ചെറിയ ഉള്ളിയിലേക്ക് കുറച്ച് ഉപ്പൂടെ ചേർത്ത് അതിനുശേഷം ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടെ ചേർത്ത് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും സവോളയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കിനും നമുക്ക് ആ പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. കുരുമുളക് പൊടി കുറച്ചധികം ചേർക്കണം. അതിനുശേഷം ഗരം മസാലയും കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് ചൂടാക്കി എടുക്കുക. അതിനുശേഷം തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഇതൊന്ന് വേവാൻ വെക്കുക. അതൊന്ന് തിളച്ച് ആ വെള്ളം ഒന്ന് വറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഞണ്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞണ്ട് ചേർത്തതിന് ശേഷം കുറച്ചുകൂടി വെള്ളം ആവശ്യമാണെങ്കിൽ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് വേവിക്കാവുന്നതാണ്. ഞണ്ട് ചേർത്ത ശേഷം ഉപ്പ് വേണമെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത് വെക്കുന്നത് കൊണ്ട് എരിവ് എപ്പോഴും കുറച്ചൊന്ന് കൂട്ടി വെക്കുക. അപ്പോൾ തേങ്ങാപ്പാൽ ആഡ് ചെയ്യുമ്പോൾ കറക്റ്റ് ആവും. ഇപ്പോൾ ഇത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ കറി ഇറക്കുന്നതിന് മുമ്പ് കുറച്ച് വെളിച്ചെണ്ണ കൂടി മുകളിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തീ ഓഫ് ചെയ്യുക. നല്ല നാടൻ തേങ്ങാപ്പാൽ ചേർത്ത ഞണ്ട് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു സോ മച്ച്.